ഹരേ കൃഷ്ണ. നമ്മൾ എന്ത് ചെയ്താലാണ് വീട്ടിൽ ഈശ്വരാധീനം നിലനിർത്താൻ സാധിക്കുക? വീട്ടിൽ ഈശ്വര സാന്നിധ്യം ഉണ്ടാകാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കൃഷ്ണഗീതി ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മളുടെ വീട്ടിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളുണ്ട്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നല്ലേ പറയുന്നത്? പണ്ട് കുഞ്ഞുനാളിൽ മുത്തശ്ശൻ എനിക്ക് പറഞ്ഞു തന്ന ഒരു കഥ പറയാം. വൈകുന്നേരമാകുമ്പോൾ ലക്ഷ്മി ദേവിയും ജ്യേഷ്ഠ ഭഗവതിയും കൂടി നടക്കാനിറങ്ങും. ഓരോ കുടുംബം കാണുമ്പോൾ അവർ നോക്കും. നിലവിളക്ക് കൊളുത്തി വെച്ച് നാമം ജപിക്കുന്ന കുടുംബം കാണുമ്പോൾ ലക്ഷ്മി ദേവി പറയും, ഞാൻ ഈ വീട്ടിലേക്ക് കയറുകയാണെന്ന്. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ ജ്യേഷ്ഠ ഭഗവതി കയറിയിരിക്കും. ജ്യേഷ്ഠ ഭഗവതി കയറിയിരിക്കുന്നിടത്ത് മോശവും ലക്ഷ്മി ഭഗവതി കയറിയിരിക്കുന്നിടത്ത് ഐശ്വര്യവും ഉണ്ടാകും. ഏത് വീട്ടിലാണോ സന്ധ്യയ്ക്ക് മുന്നേ അടിച്ച് തളിച്ച് വിളക്ക് വെച്ച് നാമമൊക്കെ ജപിക്കുന്നത്, അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നമ്മൾ ജീവിത സാഹചര്യങ്ങളിൽപ്പെട്ട് എത്ര തിരക്കുണ്ടായാലും ഇങ്ങനെ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. കാലത്തും വൈകിട്ടും അടിച്ചുവാരി വെള്ളം തളിച്ച് അല്പം ചാണകവെള്ളം കൂടി തളിച്ച് വിളക്ക് വയ്ക്കുക, നാമം ജപിക്കുക. അതുപോലെ തന്നെ ത്രിസന്ധ്യ നേരത്ത് കുളിക്കരുത്, ഭക്ഷണം കഴിക്കരുത്, കിടന്നുറങ്ങരുത്. സന്ധ്യാനേരത്ത് തുണി അലക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പണ്ടൊക്കെ എല്ലാ വീട്ടിലും നിലവിളക്ക് പുറത്താണ് കത്തിച്ചിരുന്നത്. ഒപ്പം തുളസിത്തറയിലും വിളക്ക് വയ്ക്കും. ഇപ്പോൾ അകത്ത് വിളക്ക് കത്തിക്കുന്നവരുമുണ്ട്. എവിടെ വിളക്ക് വെച്ചാലും, അകത്തോ പുറത്തോ എവിടെ വെച്ചാലും ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും കരിന്തിരി കത്തരുത്. സന്ധ്യാസമയത്ത് വഴക്കുണ്ടാക്കുക, മോശം വാക്കുകൾ പറയുക, പ്രാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. വിളക്ക് കത്തിച്ച് വെച്ച് ഭഗവാനെ എനിക്ക് ഇന്ന കാര്യം നടത്തിത്തരണേ എന്ന് ഭഗവാനോട് പറയേണ്ട ഒരാവശ്യവുമില്ല. എല്ലാം അറിയാവുന്ന ഭഗവാനോട് നമ്മൾ ഒന്നും പറയേണ്ട കാര്യമില്ല. ഒക്കെ ഭഗവാൻ അറിയാം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചിട്ടയോടെ ചെയ്യുക. നാമം ജപിക്കുക. ഒരുപാട് നേരം ഇരുന്ന് നാമം ജപിക്കാൻ പറ്റിയില്ല എങ്കിൽ ഒരു 10 മിനിറ്റ് നമഃശിവായ, 10 മിനിറ്റ് നാരായണായ നാമം, ഇതെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. കുട്ടികളെ കൊണ്ടും ഇത് ചെയ്യിപ്പിക്കുക. ഇനി വിളക്കിൽ തിരിയിടുമ്പോൾ പ്രത്യേകതയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. വിളക്കിൽ തിരിയിടുമ്പോൾ ഒരു ദിക്കിലേക്ക് മാത്രം തിരിയിട്ട് വിളക്ക് കത്തിക്കരുത്. ഒറ്റത്തിരി, അതായത് ഒരു ദിക്കിലേക്ക് മാത്രം തിരിയിട്ട് വിളക്ക് കത്തിച്ചാൽ ദുഃഖമുണ്ടാകുമെന്നാണ് പഴമക്കാർ പറയുന്നത്. 2, 3, 5 അങ്ങനെ തിരിയിട്ട് വിളക്ക് വയ്ക്കുക. എവിടെ ഇരുന്നാണോ നമ്മൾ നാമം ജപിക്കുന്നത് അവിടെ തന്നെ ഇരുന്ന് നിത്യവും നാമം ജപിക്കാൻ ശ്രമിക്കുക. അതായത് ഓടി നടന്ന് നാമം ജപിക്കരുതെന്നർത്ഥം. അതിനായി ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തുക. തെക്ക് ഭാഗത്തേക്കൊഴികെ ഏത് ദിക്കിലേക്കിരുന്ന് വേണമെങ്കിലും നാമം ജപിക്കാം. നിലത്തിരുന്ന് നാമം ജപിക്കുന്നവർ വെറും നിലത്തിരുന്ന് നാമം ജപിക്കരുത്. ഒരു പായയെങ്കിലും ഇട്ടിട്ട് വേണം നാമം ജപിക്കാനിരിക്കാൻ. ഇനി നിലവിളക്ക് കൊളുത്തേണ്ട സമയം. വൈകിട്ട് സൂര്യാസ്തമയം തുടങ്ങുന്നതിന് മുമ്പേ, അതായത് 5:45 നിലവിളക്ക് കൊളുത്തണം. സൂര്യഭഗവാൻ മടങ്ങും മുമ്പേ വിളക്ക് കത്തിക്കുക. 6:25 ആകുമ്പോൾ അസ്തമയം കഴിയും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നിലവിളക്ക് അണയ്ക്കാം. ഇനി നാമജപം തീർന്നില്ല എങ്കിൽ അത് 7 മണിക്ക് അണച്ചാലും 7:30 മണിക്ക് അണച്ചാലും തെറ്റില്ല. കെടുത്തുന്നതിനെക്കുറിച്ച് ഒരാദ്യം വേണ്ട. കരിന്തിരി കത്താതെ നോക്കിയാൽ മാത്രം മതി. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഭഗവതിയെ
നമ്മുടെ വീട്ടിലേക്ക് ആഗമനം ചെയ്യുന്ന ആദ്യത്തെ കർമ്മമാണ് നിലവിളക്ക് കൊളുത്തൽ. നമ്മുടെ കുടുംബത്തെ ദുരിതങ്ങൾ ഇല്ലാതാക്കി ദോഷങ്ങൾ മാറ്റി കുടുംബത്തെ ഐശ്വര്യപൂർണമാക്കുന്നു. നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പമാണ് ഏതൊരു കർമ്മത്തിൻ്റെയും അടിസ്ഥാനം. നിലവിളക്ക് കൊളുത്തുമ്പോൾ ചൊല്ലേണ്ട നാമത്തെക്കുറിച്ച് പറയാം. ശുഭം കരോതി കല്യാണം ആരോഗ്യം ധനസമ്പദ ശത്രുബുദ്ധി വിനാശായ ദീപജ്യോതിർനമോസ്തുതേ. ദീപജ്യോതിർപരബ്രഹ്മ ദീപജ്യോതിർജനാർദ്ദന ദീപോ ഹരതു മേ പാപം ദീപജ്യോതിർനമോസ്തുതേ. ഇതിൻ്റെ അർത്ഥം, വിളക്കിൻ്റെ പ്രകാശം എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ, നല്ല ആരോഗ്യവും സമ്പത്തും നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ, ശത്രുക്കളുടെ ബുദ്ധിയെ നശിപ്പിക്കട്ടെ. വിളക്കിൻ്റെ പ്രകാശത്തിന് വന്ദനം. വിളക്കിൻ്റെ പ്രകാശം പരബ്രഹ്മമാണ്. വിളക്കിൻ്റെ പ്രകാശം ജനാർദ്ദനനാണ്, അതായത് വിഷ്ണുവാണ്. വിളക്കിൻ്റെ പ്രകാശം എൻ്റെ പാപകർമ്മങ്ങൾ അകറ്റട്ടെ. വിളക്കിൻ്റെ പ്രകാശത്തിന് വന്ദനം. ഇതിലെ പ്രധാന സന്ദേശം എന്തെന്നാൽ, വിളക്കിനെ ജ്ഞാനത്തിൻ്റെയും ശുഭത്തിൻ്റെയും പ്രതീകമായി കാണുന്നു. അത് അന്ധകാരത്തെയും ദോഷങ്ങളെയും അകറ്റുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു.